ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ആക്റ്റീവ 3G വണ്ടിയുടെ സർവീസ് വർക്ക് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ് മാറ്റാമെന്ന് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അതേ കോൺസെപ്റ്റ് അത് നമുക്ക് മാറണമെങ്കിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് അഴിക്കണം. അതേപോലെ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഈ ബെയറിങ് ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളും ഇട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് റേസർ സെറ്റായിട്ട് വരാം, 4 കോണും ബോൾട്ട് സെറ്റായിട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് മാറണുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി ഇതിന് ശേഷം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി നമുക്ക് അഴിക്കാൻ്റെ. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതായി ഗിയർ ബോക്സ് അഴിച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. നമ്മുടെ ആക്റ്റീവയുടെ ബാക്കിലത്തെ ആ ഗിയറിൻ്റെ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഓയിൽസീൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചിറക്കണം ഗിയർ ബോക്സിൻ്റെ ഭാഗം. ഇതാണ് അതിൻ്റെ ഓയിൽ ലീക്കായിട്ട് നമ്മൾ അഴിച്ചാണ്. പക്ഷേ അഴിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ബെയറിങ്ങും ഗ്യാസ്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓയിൽസീലിൻ്റെ കൂട്ടത്തിൽ ആ ബെയറിങ് കൂടി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വീല് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് വന്നത്. അപ്പോൾ എന്തായാലും ആ ബെയറിങ് അത്യാവശ്യം ഷെയ്ക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതടക്കം നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ പ്രശ്നം വെച്ചെങ്കിലും പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തായാലും ഇപ്പോൾ പഴക്കമുണ്ടല്ലോ. അപ്പോൾ പുതിയ ബെയറിങ് അടിച്ചാൽ എന്തായാലും ആ ഒരു ലൈഫ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഗ്യാസ്കറ്റ്, ഓയില്, അതിനോടനുബന്ധിച്ച് ആ ബ്രീതർ പൈപ്പും കാര്യങ്ങളൊക്കെ പൈപ്പിൻ്റെയൊക്കെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ബഡ്ജായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റിയിടും. കാരണം എന്താ വെച്ചാൽ അതില്ലെങ്കിൽ ഈ ഭാഗത്തേക്കൂടെ വെള്ളത്തിൻ്റെ പ്രസൻസ് ആയിട്ട് ഉള്ളിൽ വരാൻ പാടില്ല. ഗിയർ ബോക്സിനകത്തേക്ക് ഓയിലിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം കയറിയാൽ പോലും നമുക്കത് ഫുള്ള് ഗിയർ വീലുകളും ബെയറിങ്ങൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഴിക്കുമ്പോൾ ഈ റബ്ബറിൻ്റെ ആ പൈപ്പ് അടക്കം നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ഭാഗം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഞാനത് വർക്ക് കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.